ക്വസ്റ്റ്യൻ 1. മനുഷ്യൻ തന്റെ ജീവിതോപാധിക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ വിനോദം, ബി തൊഴിൽ, സി വ്യായാമം, ഡി യാത്ര. ആൻസർ ഓപ്ഷൻ ബി തൊഴിൽ. ക്വസ്റ്റ്യൻ 2. പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിച്ചുള്ള തൊഴിലുകൾ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി വ്യവസായ മേഖല. ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക മേഖല. ക്വസ്റ്റ്യൻ 3. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലാ തൊഴിലിന് ഉദാഹരണമേത്? ഓപ്ഷൻ എ ബാങ്കിംഗ്, ബി അധ്യാപനം, സി കൃഷി, ഡി വ്യവസായം. ആൻസർ ഓപ്ഷൻ സി കൃഷി. ക്വസ്റ്റ്യൻ 4. വിഭവങ്ങൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മേഖല ഏത്? ഓപ്ഷൻ എ സേവന മേഖല, ബി ദ്വിതീയ മേഖല, സി പ്രാഥമിക മേഖല, ഡി IT മേഖല. സെക്കൻഡറി സെക്ടർ. ക്വസ്റ്റ്യൻ 5. എന്ന പേരിൽ അറിയപ്പെടുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി കാർഷിക മേഖല. ആൻസർ ഓപ്ഷൻ സി തൃതീയ മേഖല. ക്വസ്റ്റ്യൻ 6. ആരോഗ്യരക്ഷാ പ്രവർത്തകർ, അതായത് ഡോക്ടർമാർ, നഴ്സുമാർ ഏത് മേഖലയിലെ തൊഴിലാളികളാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി കാർഷിക മേഖല. ആൻസർ ഓപ്ഷൻ സി തൃതീയ മേഖല. ക്വസ്റ്റ്യൻ 7. ഒരു ജോലിയെ പല ഘട്ടങ്ങളായി തിരിച്ച് വിവിധ ആളുകളെ ഏൽപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ തൊഴിലില്ലായ്മ, ബി തൊഴിൽ വിഭജനം, സി സ്വയം തൊഴിൽ, ഡി തൊഴിൽ വൈവിധ്യം. ആൻസർ ഓപ്ഷൻ ബി തൊഴിൽ വിഭജനം. ക്വസ്റ്റ്യൻ 8. മത്സ്യബന്ധനം അല്ലെങ്കിൽ ഫിഷിംഗ് ഏത് മേഖലയിലെ തൊഴിലാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി IT മേഖല. ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക മേഖല. ക്വസ്റ്റ്യൻ 9. ബേക്കറിയിൽ കേക്ക് നിർമ്മിക്കുന്നത് ഏത് മേഖലയിലെ ജോലിയാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി സേവന മേഖല. ആൻസർ ഓപ്ഷൻ ബി ദ്വിതീയ മേഖല. ക്വസ്റ്റ്യൻ 10. ആധുനിക കാലത്ത് പുതിയ തൊഴിലുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ത്? ഓപ്ഷൻ എ മനുഷ്യന്റെ മടി, ബി സാങ്കേതിക വിദ്യയുടെ വളർച്ച, സി ലോക ജനസംഖ്യ കുറയുന്നത്, ഡി കൃഷി ജോലികൾ കൂടുന്നത്. ആൻസർ ഓപ്ഷൻ ബി സാങ്കേതിക വിദ്യയുടെ വളർച്ച. ഗതാഗതം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ സേവന മേഖല, ബി കാർഷിക മേഖല, സി വ്യവസായ മേഖല, ഡി ഖനനം. ആൻസർ ഓപ്ഷൻ എ സേവന മേഖല. ക്വസ്റ്റ്യൻ 12. ആദ്യകാല മനുഷ്യന്റെ മുഖ്യ തൊഴിൽ എന്തായിരുന്നു? ഓപ്ഷൻ എ വ്യവസായം, ബി വേട്ടയാടലും കിഴങ്ങുകളും ഫലങ്ങളും ശേഖരിക്കലും, സി ബാങ്കിംഗ്, ഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ആൻസർ ഓപ്ഷൻ ബി വേട്ടയാടലും കിഴങ്ങുകളും ഫലങ്ങളും ശേഖരിക്കലും. ക്വസ്റ്റ്യൻ 13. ഒരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കാതെ സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സ്വയം തൊഴിൽ, ബി കൂലിവേല, സി ഗവൺമെന്റ് ജോലി, ഡി തൊഴിൽ വിഭജനം. ആൻസർ ഓപ്ഷൻ എ സ്വയം തൊഴിൽ. ക്വസ്റ്റ്യൻ 14. തൊഴിൽ വിഭജനം കൊണ്ട് ഉള്ള പ്രധാന ഗുണം എന്ത്? ഓപ്ഷൻ എ ജോലി കുറയുന്നു, ബി ഉൽപാദനം കൂടുന്നു, സി സമയം നഷ്ടമാകുന്നു, ഡി കൂലി ഇല്ലാതാകുന്നു. ആൻസർ ഓപ്ഷൻ ബി ഉൽപാദനം കൂടുന്നു. ക്വസ്റ്റ്യൻ 15. കേരളത്തിലെ തൊഴിൽ മേഖലയിലെ ഒരു മുഖ്യ പ്രശ്നമാണ് ഡാഷ്. ഓപ്ഷൻ എ തൊഴിലില്ലായ്മ,
ബി വിദ്യാഭ്യാസമില്ലായ്മ, സി സ്കൂളുകൾ ഇല്ലാത്തത്, ഡി ജോലി ചെയ്യാൻ ആളില്ലാത്തത്. ആൻസർ ഓപ്ഷൻ എ തൊഴിലില്ലായ്മ. ക്വസ്റ്റ്യൻ 16 സാധനങ്ങൾ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾ ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി കാർഷിക മേഖല. ആൻസർ ഓപ്ഷൻ സി തൃതീയ മേഖല. ക്വസ്റ്റ്യൻ 17 താഴെ പറയുന്നവയിൽ ദ്വിതീയ മേഖലയിലെ തൊഴിൽ ഏതാണ്? ഓപ്ഷൻ എ നെയ്ത്ത്, ഓപ്ഷൻ ബി തേൻ ശേഖരണം, സി പോലീസ്, ഓപ്ഷൻ ഡി പോസ്റ്റ്മാൻ. ആൻസർ ഓപ്ഷൻ എ നെയ്ത്ത്. ക്വസ്റ്റ്യൻ 18 ആധുനിക കാലത്ത് ജോലികൾ വേഗം നടക്കാൻ സഹായിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ കൈയെഴുത്ത്, ബി സി ജോലിക്കാരുടെ കുറവ്, ഡി പുറത്തുള്ള ജോലികൾ. ആൻസർ ഓപ്ഷൻ ബി യന്ത്രവൽക്കരണം. ക്വസ്റ്റ്യൻ 19 വിവരസാങ്കേതിക വിദ്യ അല്ലെങ്കിൽ IT മേഖല ഏത് സെക്ടറിലാണ്? ഓപ്ഷൻ എ പ്രൈമറി, ബി സെക്കൻഡറി, സി ടെർഷ്യറി അല്ലെങ്കിൽ തൃതീയ, ഡി പരമ്പരാഗത മേഖല. ആൻസർ ഓപ്ഷൻ സി ടെർഷ്യറി അല്ലെങ്കിൽ തൃതീയ മേഖല. ക്വസ്റ്റ്യൻ 20 വീട്ടുമുറ്റത്തെ കൃഷി ഏത് മേഖലയിലെ പ്രവർത്തനമാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി IT മേഖല. ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക മേഖല.